നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ മുതൽ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം നന്നായി മനസ്സിൽ വിചാരിച്ച് ഒരു റീഡിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് കണ്ട് ആരും ഫോഴ്സ്ഫുള്ളി ഒന്നും റെസിനേറ്റ് ചെയ്യരുത്. ഇത് ഒത്തിരി പേരുടെ എനർജീസ് വരുന്ന ഒരു റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വിട്ട് കളയുക. ഓക്കെ. Universe. എൻ്റെ വ്യൂവേഴ്സിനായിട്ട് യൂണിവേഴ്സ് തന്നിരിക്കുന്ന മെസ്സേജുകൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങളോട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണിപ്പോൾ. നിങ്ങൾ നിങ്ങളെ അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അത്രയും നിങ്ങളോട് കാണിക്കുന്നില്ല, പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളോട് നിറച്ചും സ്നേഹമുണ്ട്. അത്രയും ഡെപ്തിലുള്ള ഡീപ്പായിട്ടുള്ള സ്നേഹമുണ്ടെന്നാണ് കാണിക്കുന്നത്. ചിന്തകളിൽ എപ്പോഴും നിങ്ങൾ തന്നെയാണ്, പക്ഷെ അതൊന്നും സമ്മതിച്ചു തരത്തില്ല. സ്നേഹം പ്രകടിപ്പിക്കാതെ എല്ലാം ഉള്ളിൽ ഭദ്രമായിട്ട് വെച്ചിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. സെക്കൻഡ് കാർഡ്, നിങ്ങൾ ഇമോഷണലി ശരിക്കും നിങ്ങളുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇമോഷണലി ശരിക്കും തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് ചുറ്റിനും ആരൊക്കെയുണ്ട്? എല്ലാവരുമുണ്ട്. നിങ്ങൾക്ക് സാഹചര്യങ്ങളുണ്ട്, എന്നാലും ഒരു കണ്ണു മൂടപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടോ? ആ ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഭയങ്കര വീക്കാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ മാനസികമായിട്ട് വളരെ വിഷമത്തോടെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇനി മുന്നോട്ട് എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. എന്തെങ്കിലും പറഞ്ഞ ഒരു വാക്കുതർക്കത്തിൻ്റെ പുറത്ത് ഒരു ഇഷ്യൂ ഉണ്ടായി നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവാം. നിങ്ങൾ രണ്ടുപേരും അത്രയും ഡെപ്തിൽ സ്നേഹിക്കുന്ന ഒരു റിലേഷൻ തന്നെയാണ് ക്യൂൻ ഓഫ് കപ്സിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ഡെപ്തിൽ നിങ്ങൾ സ്നേഹിക്കുമ്പോഴത്തേക്ക് പരസ്പരം എന്ത് പറഞ്ഞാലും അത് അങ്ങും ഇങ്ങും പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല. അതൊരു വലിയൊരു ആഘാതം ഉണ്ടാക്കും മനസ്സിൽ രണ്ടുപേർക്കും. ആ ഒരു ആഘാതത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും പരസ്പരം മാറി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു റിലേഷൻ നിങ്ങളാണ് കൂടുതൽ വിഷമിക്കുന്നത്. ആ ഒരു ബ്രേക്കപ്പ് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ മനസ്സെന്താണ് ഇപ്പോൾ അവിടെ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ നിങ്ങൾ ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് തന്നെയാണോ അവിടെയെന്ന്. പക്ഷേ ഇമോഷണലി വീക്കായിട്ട് നിൽക്കുന്ന നിങ്ങളാണെങ്കിലും ഉള്ളിൽ സ്നേഹം വെച്ച് ഭയങ്കരമായിട്ട് ആ ഒരു ഇൻറ്റിമസിയോടെ നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്തത് തന്നെ നൈറ്റ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾ ഫേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അവർ നിങ്ങൾക്ക് ഒരു മെസ്സേജുമായി വരുന്നു എന്ന് തന്നെയാണ്. ഭയങ്കര ഒരു മിസ്സിങ് എനർജിയിൽ നിൽക്കുന്ന പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, മിണ്ടാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. റിലേഷനിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോൾവ് ആക്കി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിന്ന് വന്നേക്കുന്നത്. ഓക്കെ, താങ്ക് യു.